പ്രിയപ്പെട്ട ജോസഫ് അലക്സാണ്ടർ, ആര്യാട് യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ചതും സകലകലാ വല്ലഭനായിരുന്ന താങ്കൾ അന്ന് ആർട്സ് ക്ലബ് സെക്രട്ടറിയായി പ്രവർത്തിച്ചതുമൊക്കെ ഇന്നലെ എന്ന വണ്ണം എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നു. ആ കാലഘട്ടത്തിൽ ശ്രീ തകഴി ശിവശങ്കരപ്പിള്ളയ്ക്കും ശ്രീ എം കൃഷ്ണൻ നായർ സാറിനും ഡോക്ടർ സുകുമാർ അഴീക്കോടിനും അടക്കമുള്ള പ്രമുഖർക്ക് സ്വാഗതം ആശംസിക്കുവാനുള്ള ഭാഗ്യം താങ്കൾക്ക് ലഭിച്ചിരുന്നതും ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുന്നു. അങ്ങനെ അന്ന് അവിടെ ഒരു മിന്നുന്ന പ്രകടനം തന്നെയാണ് ശ്രീ ജോസഫ് അലക്സാണ്ടർ കാഴ്ചവെച്ചിരുന്നത്. താങ്കളുടെ ഔദ്യോഗിക ജീവിതവും അതിൻ്റെ തുടർച്ച തന്നെയായിരുന്നെന്നും എന്നും ജനപക്ഷത്തു നിന്നും പ്രവർത്തിക്കുവാൻ താങ്കൾക്ക് കഴിഞ്ഞുവെന്നും ആണ് എൻ്റെ വിശ്വാസം. തീർച്ചയായും താങ്കൾക്ക് ജനപക്ഷത്തു നിന്ന് തന്നെ ധാരാളം കാര്യങ്ങൾ ഇനിയും ചെയ്യുവാൻ കഴിയും. അങ്ങനെ സുദീർഘമായ ഒരു പ്രവർത്തന പാന്താവിലേക്ക് താങ്കൾക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്ത് ജോസഫ് അലക്സാണ്ടർ, അദ്ദേഹം ഇന്ന് ഔദ്യോഗിക രംഗത്തു നിന്ന് വിരമിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനശേഷിയും കർമ്മകുശലതയും ഇനിയും ധാരാളം വേദികൾ കാണാനിരിക്കുന്നതേയുള്ളൂ. തികച്ചും സക്രിയവും സജീവവുമായ ജീവിതത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് ജഗദീശ്വരൻ അദ്ദേഹത്തെ കൈപിടിച്ച് നടത്തട്ടെ. എല്ലാ ആശംസകളും. 1991-92 ആലപ്പുഴ ആര്യാട് ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ ഞാനും ജോസഫ് അലക്സാണ്ടറും സഹപാഠികളായിരുന്നു. പാഠ്യേതര മേഖലകളിൽ തൻ്റേതായ പാടവം കാഴ്ചവെച്ചിരുന്ന അദ്ദേഹം ബി.എഡ് സെൻറ്ററിൽ ആ വർഷത്തെ കലാപ്രതിഭയായിരുന്നു. ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് തൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ മറ്റുള്ളവർക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിനുണ്ടായിരുന്ന കഴിവ് അനിതര സാധാരണമായിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചപ്പോൾ മികച്ച ഒരു അധ്യാപകനെ നഷ്ടമായെങ്കിലും നല്ലൊരു പൊതു സേവകനെയാണ് നാടിന് ലഭിച്ചത്. ഇന്ന് സേവനത്തിൽ നിന്നും വിരമിക്കുന്ന ജോസഫ് അലക്സാണ്ടറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ജോസഫ് ഒരു ക്ലാസ്മേറ്റ് എന്നുള്ള നിലയ്ക്ക് ജോസഫിൻ്റെ സംഘടനാ പാഠവം, ആളുകളിലേക്ക് എത്താനുള്ള കഴിവ്, എല്ലാവരെയും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള കഴിവ്, ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലെനിക്ക് ബഹുമാനമുണ്ട്. അപ്പം പഞ്ചായത്തിലുള്ള ജോലിയും ഇതേപോലെ തന്നെ ഇതേ ഉത്സാഹത്തോടെ തന്നെ ചെയ്തു പൂർത്തിയാക്കിയെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ ഈ റിട്ടയർമെൻ്റ് ഒരു അർദ്ധവിരാമം മാത്രമാണ്. പുതിയ മേഖലകളിലേക്ക് ജനങ്ങളിലേക്ക് തൻ്റെ സേവനം എത്തിക്കാനുള്ള ഉത്സാഹവും ആരോഗ്യവും തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രിയ സുഹൃത്ത് ജോസഫ് അലക്സാണ്ടർക്ക് നന്മകൾ നേരുന്നു. ഔദ്യോഗിക ജീവിത സമ്മർദ്ദങ്ങളിൽ നിന്നും മോചിതനായി നമുക്ക് നമ്മുടെ യഥാർത്ഥ ജോസഫിനെ ലഭിക്കുകയാണ്. ആര്യാട് ബി.എഡ് സെൻറ്ററിലെ പഴയ ഊർജ്ജസ്വലനായ ജോസഫ്. 32 വർഷമായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട്. ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു കോണിൽ ജോസഫ് ജീവിക്കുന്നെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് തന്നെയാണ്. നേരിൽ കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. പഴയൊരു സുഹൃത്ത് ഷാജിമോൻ. നമസ്കാരം. വളരെ ചെറുപ്പം മുതൽ എനിക്കറിയാവുന്ന വ്യക്തിയാണ് ജോസഫ് അലക്സാണ്ടർ. ആംഗലേയത്തിൽ ഉപരിപഠനത്തിന് ശേഷം ചേർത്തല ട്രിനിറ്റി കോളേജിലെ പ്രഗത്ഭനായ ഇംഗ്ലീഷ് അധ്യാപകനായിരുന്ന സമയത്ത് തന്നെ സ്വയപ്രയത്നത്താൽ ഒരു ബിസിനസ് സ്ഥാപനം കൂടി അദ്ദേഹം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ആര്യാട് ബി.എഡ് സെൻറ്ററിൽ സതീർത്ഥനായി അദ്ദേഹത്തെ എനിക്ക് ലഭിച്ചത്. ചെറിയ പരിചയമുള്ളവർക്ക് പോലും അദ്ദേഹത്തിൻ്റെ ആ ബഹുമുഖ പ്രതിഭയെ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കർമ്മനിരതമായ ഒരു ജീവിതത്തിനായി. ഞാൻ എസ് സുധീഷണായി, ടി.ഡി. ഹൈസ്കൂൾ മട്ടാഞ്ചേരിയിലെ അധ്യാപകനാണ്. നന്ദി. പ്രിയ സുഹൃത്ത് ജോസഫിന് ഈ റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. റിട്ടയർമെൻറ്റ് ഒരു ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. ജോസഫിൻ്റെ ബാക്കിയുള്ള തുടർ പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ ഊർജ്ജസ്വലതയോടെ മുമ്പോട്ട് കൊണ്ടുപോവുക. ജോസഫിൻ്റെ കർമ്മക്ഷേത്രത്തിൽ ഉത്തരോത്തര ശ്രേയസ് ഉണ്ടാകുവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആര്യാട് ബി.എഡ് സെൻറ്ററിൽ 91-92 കാലയളവിൽ പഠിച്ച ആർക്കും ജോസഫിനെ മറക്കാൻ കഴിയില്ല. അവിടെ അത്രയ്ക്ക് വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ജോസഫ്. നല്ല വാഗ്മിയാണ്, എഴുത്തുകാരനാണ്,
നാടക നടനാണ്. പിന്നെ അതിലെല്ലാം ഉപരി നല്ലൊരു സംഘാടന മികവ് ജോസഫിനുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ജോസഫ് അറിയപ്പെടുന്നയാളാക്കിയത് ഈ ഒരു സംഘാടന മികവായിരിക്കാം. അപ്പോൾ ഇതൊരു ഭംഗിവാക്കല്ല, ജോസഫിനെ സംബന്ധിച്ച് ഇതൊന്നും ഭംഗിവാക്കല്ല, എല്ലാം പച്ചയായ യാഥാർത്ഥ്യമാണ്. ജോസഫ് ഈ ഒരു വിരമിക്കൽ സമയത്തേക്ക് എത്തി നിൽക്കുമ്പോൾ ശരിക്കും ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും വിരമിച്ചു പോകുന്നത് നഷ്ടമാണ്. അതൊരു വിശ്രമജീവിതം അല്ല ജോസഫിനെ ആശംസിക്കുന്നത്. കർമ്മനിരതമായ മറ്റൊരു മേഖലയാണ് ജോസഫിന് ഞാൻ ആശംസിക്കുന്നത്. കാരണം വിരമിച്ചു പോയാൽ അതൊക്കെ വലിയ നഷ്ടങ്ങളായി വരും. അതുകൊണ്ട് ജോസഫിന് എല്ലാവിധ ആശംസകളും, പൂർവാധികം ഊർജ്ജസ്വലനായി കർമ്മമേഖലകളിൽ തിളങ്ങുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.